അടുത്ത സാധനമാണ് ഇത്, ക്രീംസ് ആൻഡ് ജെല്ലീസ്. മനസ്സിലാവുന്നുണ്ട്? ഇതുവരെ പഠിപ്പിച്ചൊക്കെ സെറ്റാണോ? ഇതുവരെയൊക്കെ പറഞ്ഞൊക്കെ ഓക്കെ ആണോ? നിരോധ് കോണ്ടത്തിന്റെ ബ്രാൻഡിങ് ഇന്ത്യൻ ഗവൺമെന്റ് ബ്രാൻഡ് ചെയ്തിരിക്കുന്നത് എന്താണ്? നിരോധം എന്നാണ്. അതൊക്കെ ഓർത്ത് വെച്ചോണം. പിന്നെ ഫീമെയിൽ കോണ്ടംസ് അവൈലബിൾ ആണ്. പിന്നെ ഇതിന്റെ ഫെയിലിയർ റേറ്റ് പറഞ്ഞാൽ 14%. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ STDസിൽ നിന്നും പ്രൊട്ടക്ഷൻ കിട്ടും. ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? STDസിൽ നിന്നും പ്രൊട്ടക്ഷൻ കിട്ടും. പിന്നെ വജൈനൽ ഡൈഫത്തിന്റെ പ്രത്യേകത എന്താണ്? ഇതിന്റെ സൈസ് മെഷർ ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഫെയിലിയർ റേറ്റ് 12 ആണ്. പിന്നെ ഇത് വിമൺ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? പിന്നെ ഇതിന് ഡോക്ടറോ നേഴ്സോ ഒക്കെ അത്യാവശ്യമാണ്. ഇതിന്റെ ആദ്യമായിട്ട് ഫിനിഷ് ചെയ്യാൻ, ഇതിന്റെ സൈസ് മെഷർ ചെയ്യാനൊക്കെ. അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ ഫോം ടാബ്ലറ്റ്സിന്റെ പ്രത്യേകത എന്താണ്? നോണോക്സിനോൾ 9 കാര്യം ഓർത്തിരിക്കുക. അത് സ്പേമിസൈഡ് ഏജന്റ് ഉണ്ട്, നോണോക്സിനോൾ 9. പിന്നെ ഇത് വാട്ടറുമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇത് തിക്ക് ഫോം ജനറേറ്റ് ചെയ്യും. പിന്നെ ഇത് 5-10 മിനിറ്റ് സെക്സ് ഇന്റർകോഴ്സിന് 5-10 മിനിറ്റ് മുമ്പ് എന്ത് ചെയ്യും? വാട്ടറായിട്ട് മോയ്സ്ചർ ചെയ്തിട്ട് വജൈന ഡീപ്പിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കും. അതായത് നമ്മുടെ സെർവിക്സിന്റെ എക്സ്റ്റേണൽ ഓപ്പണിംഗിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കും. ഇത് രണ്ട് രീതിയിൽ ആക്ട് ചെയ്യും. ഫിസിക്കലി ആക്ട് ചെയ്യും, കെമിക്കലി ആക്ട് ചെയ്യും. ഫിസിക്കൽ ആക്ഷൻ അങ്ങനെയാണ്. ഇത് ഫോം ജനറേറ്റ് ചെയ്യുമ്പോൾ തിക്ക് ഫോമിലൂടെ ഉള്ള ഇതിന്റെ സ്പേമിന്റെ മൊബിലിറ്റി എന്ത് ചെയ്യും? കുറയും, റെഡ്യൂസ് ചെയ്യും. അതേപോലെ സ്പേമിസൈഡ് എന്ത് ചെയ്യും? സ്പേമിനെ കില്ല് ചെയ്യും. അടുത്താണ് ക്രീംസ് ആൻഡ് ജെല്ലീസ്. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്തും എന്തുണ്ട്? സ്പെർമിസൈഡൽ ഏജന്റ് ഉണ്ട്. ഏതാണ് സ്പെർമിസൈഡൽ ഏജന്റ്? ഏതാണ്? നോനോക്സിനോൾ 9 ആണ്. ക്രീംസ് ആൻഡ് ജെല്ലീസ് എന്ന് പറയുന്നത് എന്താണ്? കെമിക്കൽ കോൺട്രാസെപ്റ്റീവ്സ് ആണ്. ഇതിനകത്ത് എന്തുണ്ട്? നോനോക്സിനോൾ 9 ഉണ്ട്. ക്രീം ഓർ ജെല്ലി ഈസ് ഇൻട്രൊഡ്യൂസ് ഇൻ ദ വജൈന ജസ്റ്റ് ബിഫോർ സെക്ഷൽ ഇന്റർകോഴ്സ്. സെക്ഷൽ ഇന്റർകോഴ്സിന് ജസ്റ്റ് മുമ്പായിട്ട് എന്ത് വജൈനയിലേക്ക് ഇൻസേർട്ട് ചെയ്യും. അപ്പൊ തന്നെ ഇത് മനസ്സിലാവും ആരാണ് യൂസ് ചെയ്യുന്നത്? വിമൻ യൂസ് ചെയ്യുന്ന ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ആണ് ഏതെന്ന് പറയുന്നത്? ഈ ക്രീംസ് ആൻഡ് ജെല്ലീസ് എന്ന് പറയുന്നത്. വജൈനൽ ഡയഫ്രം പോലെ തന്നെ. അപ്പം ഈ വജൈനൽ ഡയഫ്രം സോറി ഫോം ടാബ്ലറ്റ്സ് പോലെ തന്നെ ഈ ക്രീംസ് ആൻഡ് ജെല്ലീസും എങ്ങോട്ടേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കും? വജൈനയിലേക്ക് ഡീപ്പായിട്ട് ഇൻസേർട്ട് ചെയ്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെക്കും. അറ്റ് ബോഡി ടെമ്പറേച്ചർ ദേ മെൽറ്റ് ആൻഡ് സ്പ്രെഡ് ഇൻ ദ വജൈന ആൻഡ് പ്രൊവൈഡ് എ തിൻ ഫിലിം ഓഫ് എ കെമിക്കൽ ബാരിയർ. ഇത് എന്ത് ചെയ്യും? നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ആണ് ഇത് മെൽറ്റ് ആയിട്ട് ഈ ക്രീം അല്ലെങ്കിൽ ജെല്ലീസ് എന്ത് ചെയ്യും? മെൽറ്റ് ആയിട്ട് ഒരു തിൻ ഫിലിം എവിടെ ഡെവലപ്പ് ചെയ്യും? ഇത് വജൈനയിൽ തിൻ ഫിലിം ഡെവലപ്പ് ചെയ്യും. എന്നിട്ട് ഒരു കെമിക്കൽ ബാരിയറായിട്ട് ആക്ട് ചെയ്യും. ബോഡി ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യും? ഇപ്പൊ മെൽറ്റ് ചെയ്തിട്ട് വജൈനയിലെ ഫുഡ് സ്പ്രെഡ് ആയിട്ട് അവിടെ ഒരു തിൻ ഫിലിം പോലെ ആക്ട് ചെയ്യും. ആ തിൻ ഫിലിം പോലെ ആക്ട് ചെയ്യുന്ന ഒരു കെമിക്കൽ ബാരിയർ ആയിട്ട് അത് മാറും. ദ സ്പേം ഈസ് ഡിസ്ട്രോയിഡ് ബൈ ദ കെമിക്കൽ ആക്ഷൻ. ഈ കെമിക്കൽ ആക്ഷൻ വഴി എന്ത് ഡിസ്ട്രോയ് ആവും? സ്പേം എന്ന് പറയുന്നത് ഡിസ്ട്രോയ് ആയി മാറും. അടുത്ത മെത്തേഡാണ് സ്പേസിംഗ് മെത്തേഡ്സിൽ അടുത്ത വരുന്നതാണ് ഹോർമോണൽ കോൺട്രാസെപ്റ്റീവ്സ്. അടുത്ത സ്പേസിംഗ് മെത്തേഡ്സിൽ അടുത്ത വരുന്നതാണ് എന്ത്? ഹോർമോണൽ കോൺട്രാസെപ്റ്റീവ്സ്. ഈ ഹോർമോണൽ കോൺട്രാസെപ്റ്റീവ്സ് തന്നെ 3 ടൈപ്പ് ഉണ്ട്. ഓറൽ പിൽസ് ഉണ്ട്, ഇഞ്ചെക്ടബിൾ കോൺട്രാസെപ്റ്റീവ്സ് ഉണ്ട്, സബ്ഡേർമൽ ഇംപ്ലാന്റ്സ് ഉണ്ട്. അപ്പൊ ഹോർമോണൽ കോൺട്രാസെപ്റ്റീവ്സ് എത്ര പേരുണ്ട്? 3 പേരുണ്ട്. ഏതൊക്കെയാണ്? ഓറൽ പിൽസ് ഉണ്ട്, ഇഞ്ചെക്ടബിൾ കോൺട്രാസെപ്റ്റീവ്സ് ഉണ്ട്, സബ്ഡേർമൽ ഇംപ്ലാന്റ്സ് ഉണ്ട്. ഓരോന്ന് നോക്കാം. ഒന്നാമതാണ് ഓറൽ പിൽസ്. ഓറൽ പിൽസ് എന്ന് പറഞ്ഞാൽ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് പ്രോപ്പർലി നോൺ ആസ് ഓറൽ പിൽസ്. ഈ ഓറൽ കോൺട്രാസെപ്റ്റീവ്സിനാണ് എന്ത് പറയുന്നത്? ഓറൽ പിൽസ് എന്ന് അറിയപ്പെടുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് എന്തുണ്ട്? സ്മോൾ എമൗണ്ട് ഓഫ് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഉണ്ട്. ഇതിനകത്ത് എന്തുണ്ട്? സ്മോൾ എമൗണ്ട് ഓഫ് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഉണ്ട്. ഇതൊരു ബെസ്റ്റ് സ്പേസിംഗ് മെത്തേഡാണ് ഫോർ യങ് കപ്പിൾസ് ബിലോ 30 ഇയേഴ്സ്. 30 വയസ്സിൽ താഴെയുള്ള കപ്പിൾസിന് ഒരു ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയാൻ പറ്റിയ സാധനമാണ്. ബെസ്റ്റ് സ്പേസിംഗ് മെത്തേഡാണ് എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ ഓറൽ പിൽസ് അല്ലെങ്കിൽ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ പ്രിവെന്റ്സ് പ്രഗ്നൻസി ബൈ ഇൻഹിബിറ്റിംഗ് ഓവുലേഷൻ. ഇത് ഓവുലേഷനെ ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ട് പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യും. ഈ ഓറൽ കോൺട്രാസെപ്റ്റീവ്സിന്റെ പ്രത്യേകത എന്താണ്? ഇത് പ്രഗ്നൻസി എങ്ങനെയാണ് പ്രിവെന്റ് ചെയ്യുന്നത്? ബൈ ഇൻഹിബിറ്റിംഗ് ഓവുലേഷൻ. ഓവുലേഷനെ ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ടാണ് ഇത് എന്ത് പ്രിവെന്റ് ചെയ്യുന്നത്? പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യുന്നത്. ഇഫ് ടേക്കൺ ഡെയിലി അക്കോർഡിംഗ് ടു പ്രിസ്ക്രിപ്ഷൻ ദേ ആർ ഓൾമോസ്റ്റ് 100% എഫക്റ്റീവ്. ഇത് പ്രോപ്പർ ആയിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ വെച്ചിട്ട് കറക്റ്റായിട്ട് ആ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് കറക്റ്റായിട്ട് ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് ഓൾമോസ്റ്റ് 100% എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് എന്ന് പറഞ്ഞത് ഈ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് 2 തരത്തിലുണ്ട്. മാല എന്നും ഉണ്ട്, മാല ഡി ഉണ്ട്. ഈ മാല എന്നും മാല ഡി നമ്മുടെ ഗവൺമെന്റ് സപ്ലൈസിൽ നിന്ന് കിട്ടുന്നതാണ്. നമ്മുടെ ഗവൺമെന്റ് സപ്ലൈസ് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള 2 ടൈപ്പ് ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഓറൽ പിൽസ് ഉണ്ട്. മാല എന്നും ഉണ്ട്, മാല ഡി ഉണ്ട്. അതിന്റെ പടമാണ് ഈ കൊടുത്തിരിക്കുന്നത് കണ്ടോ? മനസ്സിലായോ? അപ്പോൾ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് എന്താണെന്ന് മനസ്സിലായോ? ഓറൽ കോൺട്രാസെപ്റ്റീവ് പറഞ്ഞാൽ ഓറൽ പിൽസ് എന്ന് അറിയപ്പെടും. ഇതൊരു ബെസ്റ്റ് സ്പേസിംഗ് മെത്തേഡാണ്. 30 വയസ്സിൽ താഴെയുള്ള യങ് കപ്പിൾസിന് ഇതൊരു ബെസ്റ്റ് സ്പേസിംഗ് മെത്തേഡ്സ് ആണ്. ഇത് ഓവുലേഷൻ ഇൻഹിബിറ്റ് ചെയ്തിട്ടാണ് പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യുന്നത്. ഇത് ഡെയിലി കറക്റ്റായിട്ട് പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് യൂസ് ചെയ്യണം. ഇത് 100% എഫക്റ്റീവ് ആണ്. 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? മാല എന്നും ഉണ്ട്, മാല ഡി ഉണ്ട്. ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നോക്കിയാലോ? ഇതിന്റെ മോഡ് ഓഫ് ഇൻടേക്ക് നോക്കാം. ഇത് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് കഴിക്കേണ്ടത്? പഠിച്ചു വെച്ചോടെ പരീക്ഷയ്ക്ക് ചോദിക്കും. 1 വേർഡ് ചോദിച്ചിരിക്കും. ഒന്നാമത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ പാക്കറ്റിനകത്ത് 28 പിൽസ് ആണുള്ളത്. ഒരു പാക്കറ്റിനകത്ത് എത്ര പിൽസ് ആണുള്ളത്? 28 പിൽസ് ആണുള്ളത്. 21 എണ്ണം കോൺട്രാസെപ്റ്റീവ് പില്ലും 7 എണ്ണം അയൺ ടാബ്ലറ്റും ആയിരിക്കും.
ഇതിനകത്ത് 21 എന്തായിരിക്കും? കോൺട്രാസെപ്റ്റീവ് പില്ലും ആയിരിക്കും, 7 അയൺ ടാബ്ലറ്റ്സും ആയിരിക്കും. ഇമ്പോർട്ടന്റ് ആണ് ഈ കണക്കുകൾ, ഇമ്പോർട്ടന്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് വൺ വേർഡ് കുറെ തവണ ചോദിച്ചിട്ടുള്ള സാധനമാണ്. ഓറൽ കോൺട്രാസെപ്റ്റീവിന്റെ ഒരു പാക്കറ്റിനകത്ത് എത്ര പിൽസ് ഉണ്ട്, അതിൽ എത്ര എണ്ണം കോൺട്രാസെപ്റ്റീവ് പില്ലാണ്, ബാക്കി എത്ര എണ്ണം അയൺ ടാബ്ലറ്റ് ആണ്, അല്ലെങ്കിൽ ബാക്കി 7 എന്താണ്? ചോദിച്ചിട്ടുണ്ട്, കുറെ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ ഒരു പാക്കറ്റ് ഓഫ് കോൺട്രാസെപ്റ്റീവ് പില്ലിനകത്ത് എന്തുണ്ട്, എത്ര 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 ടാബ്ലറ്റ്സ് ഉണ്ട്, 28 ടാബ്ലറ്റ്സ് ഉണ്ട്, 28 ടാബ്ലറ്റ്സ്. അതേപോലെ അതിൽ എത്ര എണ്ണം കോൺട്രാസെപ്റ്റീവ് പില്ലാണ്? 21 കോൺട്രാസെപ്റ്റീവ് പില്ലാണ്. അതുപോലെ 7 എന്താണ്? 7 എന്താണ്? അയൺ ടാബ്ലറ്റ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ പിന്നെ ഇത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് അറിയാമോ? 5th ഡേ ഓഫ് മെൻസ്ട്രേഷൻ. ഇത് കറക്റ്റ് മെൻസ്ട്രേഷന്റെ 5th ഡേയിൽ എന്ത് ചെയ്യണം? ഇത് സ്റ്റാർട്ട് ചെയ്യണം. ഇത് മെൻസ്ട്രേഷന്റെ 5th ഡേയിൽ എന്ത് ചെയ്യണം? ഇത് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ദെൻ ഡെയിലി 1 ടാബ്ലറ്റ് ഷുഡ് ബി ടേക്കൺ. പിന്നെ ഓരോ ദിവസം ഓരോ ടാബ്ലറ്റ് വീതം കഴിക്കണം. ആഫ്റ്റർ ദ പാക്ക് ഈസ് ഫിനിഷ്ഡ് എ ന്യൂ പാക്കറ്റ് ഷുഡ് ബി സ്റ്റാർട്ടഡ് ഫ്രോം ദ വെരി നെക്സ്റ്റ് ഡേ. ഒരു പാക്കറ്റ് തീർന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ എന്ത് ചെയ്യണം? അടുത്ത പാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കണം. ദ പിൽ ഷുഡ് ബി ടേക്കൺ എവറി ഡേ അറ്റ് ഫിക്സഡ് ടൈം. ഒരു ഫിക്സഡ് ടൈമിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഓരോ ദിവസവും ഈ ടാബ്ലറ്റ്സ് കഴിക്കേണ്ടത്. ഇഫ് എ വിമൻ ഫോർഗെറ്റ്സ് ടു ടേക്ക് എ പിൽ ഓൺ എ പർട്ടിക്കുലർ ഡേ, ഷീ ഷുഡ് ടേക്ക് ദ മിസ്ഡ് പിൽ ആസ് സൂൺ ആസ് പോസിബിൾ ഓർ 2 pills in the next day, 1 in the morning and 1 in the evening. ഇപ്പൊ ഒരു ദിവസം ഒരു സ്ത്രീ ഒരു പില്ല് കഴിക്കാൻ മറന്നുപോയി, ഈ കോൺട്രാസെപ്റ്റീവ് പില്ല് കഴിക്കാൻ മറന്നുപോയെങ്കിൽ എപ്പോഴാണോ തോർക്കുന്നത് ആസ് സൂൺ ആസ് പോസിബിൾ അത് അടുത്ത ഒരു ടാബ്ലറ്റ് അവർ കഴിച്ചിരിക്കണം. ഇനി അഥവാ അത് പറ്റിയില്ലെങ്കിൽ തൊട്ട് പിറ്റേ ദിവസം എത്ര കഴിക്കണം? 2 പില്ല് വീതം കഴിച്ചിരിക്കണം. 2 പില്ല് വീതം കഴിക്കുന്നത് എങ്ങനെയൊക്കെയാണ്? ഒരെണ്ണം മോർണിംഗിലും ഒരെണ്ണം ഈവനിങ്ങിലുമായിട്ട് 2 പില്ല് കഴിക്കണം. ഓക്കെ ആണോ? അപ്പം എത്ര ഉണ്ട് ഒരു പാക്കറ്റ് ഓറൽ കോൺട്രാസെപ്റ്റീവ്സിനകത്ത്? എത്ര പില്ലുണ്ട്? 28 പില്ലുണ്ട്. അതിൽ 21 കോൺട്രാസെപ്റ്റീവ് പില്ലും 7 അയൺ ടാബ്ലറ്റ്സും ആണ്. ഇത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? 5th ഡേ ഓഫ് മെൻസ്ട്രേഷൻ ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പിന്നെ ഒരു പാക്കറ്റ് തീർന്ന ഉടനെ തന്നെ എന്ത് ചെയ്യണം? തൊട്ടടുത്ത ദിവസം തന്നെ അടുത്ത പാക്കറ്റ് ഉപയോഗിക്കണം. ഒരു ദിവസം മിസ്സായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന്, അത് ഓർക്കുന്ന എപ്പോഴാണോ അത്രയും പെട്ടെന്ന് ആ മരുന്ന് കഴിക്കുക, അല്ലെങ്കിൽ ഗുളിക കഴിക്കുക. അല്ലെങ്കിൽ തൊട്ട് പിറ്റേ ദിവസം എത്ര കഴിക്കണം? 2 കഴിക്കണം. എപ്പോഴൊക്കെ? രാവിലെയും വൈകിട്ടുമായിട്ട്. പിന്നെ ഇതിന്റെ സൈഡ് എഫക്റ്റ് നോക്കാം. ഡ്യൂറിംഗ് ദ ഫസ്റ്റ് ഫ്യൂ വീക്സ്, ആദ്യത്തെ കുറച്ച് ആഴ്ച ഇതിനെ വിമൺ എന്ത് ചെയ്യും? കുറച്ച് മൈൽഡ് നോസിയും ഡിസിനസും ഹെഡേക്കും ഇന്റർമെൻസ്ട്രൽ ബ്ലീഡിങ്ങും സ്പോട്ടിങ്ങും വെയിറ്റ് ഗെയിനും ബ്രസ്റ്റിൽ ഒരുമാതിരി ടെൻഡർനെസ്സും ഒക്കെ ഫീൽ ചെയ്യും. ആദ്യത്തെ ഫസ്റ്റ്, അത് ഹോർമോണൽ ടാബ്ലറ്റ്സ് ആയതുകൊണ്ട് തന്നെ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ചെറിയ രീതിയിലുള്ള ആദ്യത്തെ കുറച്ച് ആഴ്ചയ്ക്ക് ചെറിയ രീതിയിലുള്ള ഹോർമോണൽ ഇംബാലൻസ് മൂലം ഉണ്ടാകുന്ന കുറച്ച് സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവും. അതായത് മൈൽഡ് നോസിയ, ഡിസീനസ്, ഹെഡേക്ക്, ഇന്റർമെൻസ്ട്രൽ ബ്ലീഡിങ്, സ്പോട്ടിങ്, വെയിറ്റ് ഗെയിൻ, ടെൻഡർനെസ് ഇൻ ദ ബ്രസ്റ്റ്, അതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ റെയർ കേസസിൽ എന്തൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്? ഹൈ ബ്ലഡ് പ്രഷറും അതുപോലെ കാർഡിയോവാസ്കുലർ ഡിസീസസും കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ അത് വളരെ വളരെ റെയർ ആണ്. പിന്നെ അഡ്വാൻറ്റേജ് നോക്കാം. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 100% എഫക്റ്റീവ്. ഇതെന്താണ്? ഓൾമോസ്റ്റ് 100% എഫക്റ്റീവ് ആണ്. പിന്നെ ഇത് എന്ത് ചെയ്യത്തില്ല? സെക്ഷൽ ഇന്റർകോഴ്സിൽ ഇന്റർഫിയർ ചെയ്യത്തില്ല. നോട്ട് ഇന്റർഫിയർ വിത്ത് സെക്ഷൽ ഇന്റർകോഴ്സ്. അതുപോലെ റിവേഴ്സിബിൾ മെത്തേഡ് ആണ്. ഇതെന്താണ്? റിവേഴ്സിബിൾ മെത്തേഡ് ആണ്. അതുപോലെ സെക്ഷൽ ഇന്റർകോഴ്സിൽ എന്ത് ചെയ്യത്തില്ല? ഇന്റർഫിയർ ചെയ്യത്തില്ല. അടുത്ത ഡിസഡ്വാൻറ്റേജ് നോക്കിയേ. പ്രയർ മെഡിക്കൽ എക്സാമിനേഷൻ ഈസ് നെസസറി ബിഫോർ സ്റ്റാർട്ടിങ് ദ പില്ല്. അതായത് ഈ പില്ല് സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ മെഡിക്കൽ എക്സാമിനേഷന്റെ ആവശ്യമുണ്ട്. കാരണം ഇതൊരു ഹോർമോണൽ പില്ല് ആയതുകൊണ്ട് തന്നെ നമ്മൾ മെഡിക്കൽ ചെക്കപ്പ് എല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഈ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് യൂസ് ചെയ്ത് തുടങ്ങാൻ പാടുള്ളൂ. അതേപോലെ സൈഡ് എഫക്റ്റ് ഉണ്ട് ഇതിന്. നമ്മൾ നേരത്തെ പറഞ്ഞു, സൈഡ് എഫക്റ്റുകൾ പറഞ്ഞു. അതേപോലെ റിക്വയർ സ്ട്രോങ് മോട്ടിവേഷൻ ആൻഡ് സെൽഫ് ഡിസിപ്ലിൻ ടു ബി ഏബിൾ ടു ടേക്ക് ദ പിൽ ഡെയിലി. ഇത് കൃത്യമായിട്ട് ഡെയിലി ആ പില്ല് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ പില്ല് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സെൽഫ് മോട്ടിവേഷന്റെ ആവശ്യം വളരെ വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ സെൽഫ് മോട്ടിവേഷൻ ഉണ്ടായാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഡെയിലി ആ പില്ല് കഴിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ ആണോ? അപ്പോൾ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് ഓക്കെ ആണോ? സെറ്റ് ആണോ? ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് എത്ര ഉണ്ട്? 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാ? മാലായനും മാലാഡിയും. ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ കണ്ടൻസ് ആണ് ഇതിനകത്തുള്ളത്. പിന്നെന്താണ് പറഞ്ഞത്? പിന്നെ ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്നാണ് പറഞ്ഞത്. എങ്ങനെയാണ് കഴിക്കേണ്ടത്? ഇതിനകത്ത് എത്ര പിൽസ് ഉണ്ട്? 28 പിൽസ് ഉണ്ട്. അതിൽ 21 കോൺട്രാസെപ്റ്റീവും 7 അയൺ ടാബ്ലറ്റ്സും ആണ്. 5-മത്തേത് കഴിക്കേണ്ടത്.
പിന്നെ ഒരെണ്ണം കഴിക്കാൻ മിസ്സായി കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം എത്ര എണ്ണം കഴിക്കണം? 2 കഴിക്കണം. പിന്നെ ഒരു പാക്കറ്റ് തീർന്നു കഴിഞ്ഞാൽ തന്നെ തൊട്ടടുത്ത ദിവസത്തിന് അടുത്ത പാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പൊ ഓക്കെ ഇല്ലയോ? ഓക്കെ ഇല്ലയോ? ഇപ്പം അഡ്വാൻറ്റേജ് പറഞ്ഞു, ഡിസഡ്വാൻറ്റേജ് പറഞ്ഞു, സൈഡ് എഫക്റ്റും പറഞ്ഞു. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോവാം. അടുത്തയാണ് ഇഞ്ചെക്ടബിൾ കോൺട്രാസെപ്റ്റീവ്സ്. നമ്മൾ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് വായിലൂടെ കഴിക്കുന്ന ഗുളിക. ഇഞ്ചെക്ടബിൾ കോൺട്രാസെപ്റ്റീവ്സ് എന്തായിരിക്കും? ഇഞ്ചക്ഷൻ വഴി എടുക്കുന്ന കോൺട്രാസെപ്റ്റീവ്സ് ആയിരിക്കും. 2 ടൈപ്പ് ഓഫ് ഇഞ്ചെക്ടബിൾ കോൺട്രാസെപ്റ്റീവ്സ്, 2 ടൈപ്പ് ഇഞ്ചെക്ടബിൾ കോൺട്രാസെപ്റ്റീവ്സ് ഉണ്ട്. ഒന്നാണ് DMPA, ഒന്നാമത്തെയാണ് DMPA, രണ്ടാമത്തെയാണ് നെറ്റ് എൻ എന്ന് പറയുന്നത്. ഒന്നാമത്തെയാണ് DMPA എന്ന് പറയുന്നത്, രണ്ടാമത്തെയാണ് നെറ്റ് EN എന്ന് പറയുന്നത്. ബോത്ത് കണ്ടെയ്ൻസ് പ്രൊജസ്ട്രോൺ. രണ്ടിലും എന്താണുള്ളത്? പ്രൊജസ്ട്രോൺ ആണുള്ളത്. ഇതിൽ DMPA ആണ് വൈഡ്ലി യൂസ് ചെയ്യുന്നത്. നെറ്റ് എന്നെക്കാട്ടിൽ കൂടുതൽ യൂസ് ചെയ്യുന്ന സാധനം ഏതാണ്? DMPA ആണ്. ഈ നെറ്റ് എന്ന് പറഞ്ഞാൽ എവരി 2 മാസം കൂടി ഇരിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഓരോ ഇഞ്ചക്ഷൻ വെച്ചെടുക്കണം. DMPA ആണെങ്കിൽ എവരി 3 months കൂടി ഇരിക്കുമ്പോൾ ഓരോ ഇഞ്ചക്ഷൻ വെച്ചെടുക്കണം. അതെങ്ങനെയാണ് എടുക്കുന്നത്? ഇൻട്രാമസ്കുലർ ആയിട്ടാണ് എടുക്കുന്നത്. ഇൻട്രാമസ്കുലർ ആയിട്ടുള്ള ഇഞ്ചക്ഷൻ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇഞ്ചക്ടബിൾ കോൺട്രാസെപ്റ്റീവ്സ് എത്ര ഉണ്ട്? 2 ടൈപ്പ് ഉണ്ട്. DMPA ഉണ്ട്, നെറ്റ് എൻ ഉണ്ട്. ബോത്ത് കണ്ടെയ്ൻസ് പ്രൊജസ്ട്രോൺ ആണ്. പ്രൊജസ്ട്രോൺ ഉള്ളതാണ്. രണ്ടിലും എന്താണുള്ളത്? പ്രൊജസ്ട്രോൺ ആണുള്ളത്. ഇതിൽ DMPA ആണ് വൈൽഡായിട്ട് യൂസ് ചെയ്യുന്നത്. നെറ്റ് ചെയ്യാൻ 2 മാസം കൂടി ഇരിക്കുമ്പോഴും DMPA 3 മാസം കൂടി ഇരിക്കുമ്പോഴും ഓരോ ഇഞ്ചക്ഷൻ വെച്ചെടുക്കണം. ഇൻട്രാമസ്കുലർ ആയിട്ടായിരിക്കണം എടുക്കേണ്ടത്. ഇനി ഇത് മോസ്റ്റ് എഫക്റ്റീവും റിലയബിൾ മെത്തേഡുമാണ്, റിവേഴ്സിബിൾ മെത്തേഡുമാണ്. ഇതെന്താണ്? ഏറ്റവും ഈ കോൺട്രാസെപ്റ്റീവ്സിലാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ് ഇതെന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇഞ്ചക്ടബിൾ കോൺട്രാസെപ്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇത് റിവേഴ്സിബിൾ മെത്തേഡാണ്. പക്ഷേ ഇതിനും കുറച്ച് സൈഡ് എഫക്റ്റുകളുണ്ട്. അതായത് ഇറഗുലർ ബ്ലീഡിങ്, അമിനോറിയ ആർ കോമൺ. ഈ ഇഞ്ചക്ടബിൾ കോൺട്രാസെപ്റ്റീവ്സ് എടുത്തു കഴിഞ്ഞാൽ അമിനോറിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അമിനോറിയ എന്ന് പറഞ്ഞാൽ ഈ ഓവുലേഷൻ ആവാണ്ടിരിക്കുക അല്ലെങ്കിൽ പീരിയഡ്സ് ആവാണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഇത് വരണത് അമിനോറിയ എന്ന് പറയുന്നത്. അതുപോലെ ഇറഗുലർ ബ്ലീഡിങ്ങും ഉണ്ടാവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. എന്ത്? ഇഞ്ചക്ടബിൾ കോൺട്രാസെപ്റ്റീവ്സ് യൂസ് ചെയ്യുന്ന സമയത്ത്. ഇപ്പൊ എത്ര ഇഞ്ചക്ടബിൾ കോൺട്രാസെപ്റ്റീവ്സ്? 2 ഏതൊക്കെയാ? DMPAയും നെറ്റ് EN. പിന്നെ നമ്മളിപ്പം സെൻക്ലോമാൻ എന്നൊക്കെ പറയുന്ന കുറച്ച് കോൺട്രാസെപ്റ്റീവ്സ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതായത് നോൺ ഹോർമോണൽ ആയിട്ടുള്ള ഇഞ്ചക്ടബിൾ കോൺട്രാസെപ്റ്റീവ്സ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പൊ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ടെക്സ്റ്റിലില്ല, നമ്മുടെ മാർക്കിന്റെ ടെക്സ്റ്റിൽ രണ്ടിലും മെൻഷൻ ചെയ്തിട്ടില്ല ഈ സാധനം. അപ്പൊ അതുകൊണ്ട് നമ്മളത് അറിയാമെങ്കിൽ എഴുതി വെക്കുക, അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റിലുള്ള സാധനങ്ങൾ എഴുതി വെക്കുക. 15 മാർക്കിന്റെ എസ്സേക്ക് നമ്മൾ ടെക്സ്റ്റിൽ ഉള്ളത് എഴുതുമ്പോൾ തന്നെ ധാരാളം ഉണ്ട്, ഒരുപാട് കണ്ടന്റ് ഉണ്ട് അതിൽ തന്നെ. അപ്പൊ നമുക്ക് അടുത്ത സാധനം നോക്കാം, സബ്ഡേമൽ ഇംപ്ലാന്റ്സ്. സബ്ഡേമൽ ഇംപ്ലാന്റ്സ് എന്ന് പറയുന്നത് സബ്ഡേമലി ഇംപ്ലാന്റ് ചെയ്യുന്ന സാധനമാണ്. ഇത് സബ്ഡേമലി ഇംപ്ലാന്റ് ചെയ്ത് വെക്കുന്ന ഒരു കോൺട്രാസെപ്റ്റീവ് ആണ് എന്ന് പറയുന്നത് സബ്ഡേമൽ ഇംപ്ലാന്റ്സ് എന്ന്. ഇറ്റ് ഈസ് ഹൈലി എഫക്റ്റീവ്, റിവേഴ്സിബിൾ, ലോങ് ആക്ടിങ് ആൻഡ് ഈസ്ട്രോജൻ ഫ്രീ. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇത് ഹൈലി എഫക്റ്റീവ് ആണ്, റിവേഴ്സിബിൾ ആണ്, ലോങ് ആക്ടിങ് ആണ്, അതുപോലെ ഈസ്ട്രോജൻ ഫ്രീ ആണ്. അതിന്റെ എക്സാമ്പിൾ ചോദിക്കും. സബ്ഡേമൽ ഇംപ്ലാന്റ്സിന്റെ എക്സാമ്പിൾ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കും. നോർപ്ലാന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിക്കും. നോർപ്ലാന്റ് ഈസ് എ സബ്ഡേമൽ ഇംപ്ലാന്റ്. നോർപ്ലാന്റ് ഈസ് ഡാഷ് ചോദിക്കും. നോർപ്ലാന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സബ്ഡേമൽ ഇംപ്ലാന്റ് ആണ്. ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി പ്രൊജസ്റ്ററോൺ. ഇതിനകത്ത് എന്ത് മാത്രമേ ഉള്ളൂ? പ്രൊജസ്റ്ററോൺ മാത്രമേ ഉള്ളൂ. അതായത് ലെവനോർജെസ്ട്രൽ എന്ന് പറയുന്ന സാധനം മാത്രമേ എന്തിനകത്തുള്ളൂ? ഈ സബ്ഡേമൽ ഇംപ്ലാന്റ്സിലുള്ളത്. അതുകൊണ്ട് സബ്ഡേമൽ ഇംപ്ലാന്റ്സിന് എക്സാമ്പിൾ ഏതാ? നോർപ്ലാന്റ്. സബ്ഡേമൽ എക്സാമ്പിൾ ഏതാണ്? നോർപ്ലാന്റ്. അടുത്ത സാധനമാണ് എമർജൻസി കോൺട്രാസെപ്റ്റീവ്. അടുത്ത സാധനമാണ് എമർജൻസി കോൺട്രാക്ട്. അതായത് ഇപ്പൊ നമ്മളൊരു അൺപ്രൊട്ടക്റ്റഡ് സെക്സ് കഴിഞ്ഞാൽ, നമുക്ക് ആക്സിഡന്റലി അൺപ്രൊട്ടക്റ്റഡ് സെക്സിൽ ഏർപ്പെട്ടു, അപ്പൊ അത് കഴിഞ്ഞാൽ നമുക്ക് പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വളരെ എമർജൻസി സിറ്റുവേഷൻസിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് എമർജൻസി കോൺട്രാസെപ്റ്റീവ്സ് എന്ന് പറയുന്നത്. യൂസ്ഡ് ആഫ്റ്റർ അൺപ്രൊട്ടക്റ്റഡ് ഇന്റർകോഴ്സ് ഓർ റേപ്പ് കേസിലും അതുപോലെ കോൺട്രാസെപ്റ്റീവ് ഫെയിലിയർ കേസിലും നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ എമർജൻസി കോൺട്രാസെപ്റ്റീവ് എന്ന് പറയുന്നത്. ഇതിനൊരു എക്സാമ്പിൾ ആണ് ഐ-പില്ല്. ഇതെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഐ-പില്ല് കേട്ടിട്ടുണ്ടോ? ഇതൊരു എമർജൻസി കോൺട്രാസെപ്റ്റീവിന് എക്സാമ്പിൾ. നമ്മുടെ നാട്ടിലേക്ക് കിട്ടുന്ന ഒരു എമർജൻസി കോൺട്രാസെപ്റ്റീവ് പില്ലാണ് എന്ന് പറയുന്നത് ഐ-പില്ല് എന്ന് പറയുന്നത്. ഇത് ടേക്കൻ ആസ് സൂൺ ആസ് പോസിബിൾ വിത്തിൻ 72 hours ഓഫ് അൺപ്രൊട്ടക്റ്റഡ് സെക്സ്. ഒരു 72 hours അൺപ്രൊട്ടക്റ്റഡ് സെക്സിന് ശേഷമുള്ള 72 hoursനുള്ളിൽ ഇത് കഴിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്ക് എഫക്റ്റീവ് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇതൊരു നോർമൽ കോൺട്രാസെപ്റ്റീവ് പില്ലല്ല. ഇത് ഒരു എമർജൻസി കോൺട്രാസെപ്റ്റീവ് പിന്നാണ്. ഇത് എമർജൻസി സിറ്റുവേഷൻസിൽ മാത്രം ഉപയോഗിക്കേണ്ട ഒരു കോൺട്രാസെപ്റ്റീവ് പില്ലാണ് എന്ന് പറയുന്നത് ഈ ഐ-പില്ല് എന്ന് പറയുന്ന സാധനം. ഇത് 72 hours മുമ്പ് കഴിച്ചാൽ മാത്രമേ എന്താകത്തുള്ളൂ? എഫക്റ്റീവ് ആവത്തുള്ളൂ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അടുത്തതിലോട്ട് പോയാലോ?
അടുത്ത സാധനമാണ് നമ്മുടെ സ്പേസിംഗ് മെത്തേഡ്സിലെ ഏറ്റവും അവസാനത്തെ സാധനമാണ് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് അല്ലെങ്കിൽ IUDs എന്ന് പറയുന്നത്. ഇത് നമ്മുടെ യൂട്രസിൽ ഇൻസേർട്ട് ചെയ്ത് വെക്കുന്ന ഡിവൈസസ് ആണ്. ഇൻട്രാ യൂട്രൈൻ ഡിവൈസ്, യൂട്രസിന്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്ത് വെക്കുന്ന ഡിവൈസസ് ആണെന്ന് പറയുന്നത് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് എന്ന് പറയുന്നത്. നോക്കിയാലോ, അതാണ് എക്സാം പ്രധാനപ്പെട്ട ഒരു ഇൻട്രാ യൂട്രൈൻ ഡിവൈസ് ആണ് കോപ്പർ ടി. നമുക്ക് അത് മാത്രമേ പഠിക്കാറുള്ളൂ, നമ്മൾ അത് മാത്രമേ പഠിക്കുന്നുള്ളൂ. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ഇൻട്രാ യൂട്രൈൻ ഡിവൈസ് എന്ന് പറയുന്നത് ഏതാണ്? കോപ്പർ ടി ആണ്. കോപ്പർ ടി ഈസ് മെയ്ഡ് ഓഫ് എ പ്ലാസ്റ്റിക് ട്യൂബ്, ഒരു പ്ലാസ്റ്റിക് ട്യൂബ് ആൻഡ് കോപ്പർ വയർ ഈസ് റാപ്ഡ് ഓൺ ഇറ്റ് സ്റ്റെം. അതിന്റെ സ്റ്റെമ്മിൽ എന്ത് റാപ്പ് ചെയ്ത് വെച്ചേക്കും? കോപ്പർ വയർ റാപ്പ് ചെയ്ത് വെച്ചേക്കും. ഈ കോപ്പർ ടി എന്ന് പറയുന്നത് ഒരു സ്മാൾ പ്ലാസ്റ്റിക് ട്യൂബ് ആണ്. അതിന്റെ സ്റ്റെമ്മിൽ എന്ത് ചുറ്റി വെച്ചപ്പോണ്ട്? കോപ്പർ വയർ ചുറ്റി വെച്ചപ്പോണ്ട്. there are many types of copper releasing IUDs are available. അതായത് ഈ കോപ്പർ റിലീസ് ചെയ്യുന്ന IUDs കുറെ ടൈപ്പ് അവൈലബിൾ ആണ്. എക്സാമ്പിൾ ആണ് കോപ്പർ ടി, കോപ്പർ 7 മൾട്ടി ലോഡ് എന്നൊക്കെ പറയും. അപ്പം നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് ടൈപ്പിലുള്ള കോപ്പർ റിലീസിങ് IUDs അവൈലബിൾ ആണ്. അതിന്റെ എക്സാമ്പിൾ എന്നൊക്കെ കോപ്പർ ടി, കോപ്പർ 7 മൾട്ടി ലോഡ് എന്നൊക്കെ പറയുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? ഈ കോപ്പർ റിലീസിങ് IUDs ആണ്. പക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് കോപ്പർ ടി 200B എന്ന് പറയുന്ന സാധനമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സാധനം ഏതാണ്? ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന കോപ്പർ റിലീസിങ് IUD ആണ് ഏത്? കോപ്പർ ടി 200B. ഇതിന്റെ അഡ്വാൻസ്ഡ് വെർഷൻ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്, അതാണ് കോപ്പർ ടി 380A എന്ന് പറയും. ഇതിന്റെ അഡ്വാൻസ്ഡ് വെർഷൻ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്, കോപ്പർ ടി 380A ഇറങ്ങിയിട്ടുണ്ട്. When inside the uterus, the copper released slowly. The copper T device may replace every 3 to 5 years. ഇത് യൂട്രസിനകത്ത് കോപ്പർ എന്ത് ചെയ്യും? സ്ലോ ആയിട്ടാണ് കോപ്പർ റിലീസ് ചെയ്യുന്നത്. അതുകൊണ്ട് കോപ്പർ ടി ഡിവൈസ് 3 മുതൽ 5 വർഷത്തിൽ ഒരിക്കൽ റീപ്ലേസ് ചെയ്താൽ മതി. കോപ്പർ ടി 380 ഹാസ് എ ലോങ്ങർ ലൈഫ് അബൌട്ട് 10 years. ഇപ്പൊ പുതിയ അഡ്വാൻസ് വെർഷൻ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ നമ്മള് കോപ്പർ ടി 380A ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ഈ കോപ്പർ ടി 380Aക്ക് എന്ത് ഒരു 10 ഇയർ വരെ എന്തുണ്ട്? ലൈഫ് ഉണ്ട്. 10 ഇയറിൽ ഒരിക്കൽ എന്ത് ചെയ്താൽ മതി? മാറ്റിയാൽ മതി. ഓക്കെ അല്ലേ? അപ്പൊ കോപ്പർ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്ലാസ്റ്റിക് ട്യൂബാണ്. ഇതിൽ എന്ത് ചുറ്റി വെച്ചിട്ടുണ്ട്? കോപ്പർ വയർ ചുറ്റി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒരുപാട് കോപ്പർ റിലീസിങ് IUDs അവൈലബിൾ ആണ്. ഏതൊക്കെയാണ്? കോപ്പർ ടി ഉണ്ട്, കോപ്പർ 7 ഉണ്ട്, മൾട്ടി ലോഡ് ഉണ്ട്. അതിൽ തന്നെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതാണ്? ഇത് ഏറ്റവും യൂസ് ചെയ്യുന്നതാണ് കോപ്പർ ടി 200B ആണ്. അതിന്റെ അഡ്വാൻസ് വെർഷൻ ഇപ്പൊ ആയിട്ടുണ്ട് കോപ്പർ ടി 380A എന്ന് പറയുന്ന സാധനം ഇറങ്ങിയിട്ടുണ്ട്. ഈ കോപ്പർ ടി 380Aയുടെ പ്രത്യേകത എന്താണ്? ഇതിന് 10 വർഷമാണ് ഇതിന്റെ ലൈഫ് സ്പാൻ ഉള്ളത്. 10 വർഷത്തിൽ ഒരിക്കൽ റീപ്ലേസ് ചെയ്താൽ മതി. മനസ്സിലായോ? കോപ്പർ ടി 200B ആണെങ്കിലോ 3 to 5 years റീപ്ലേസ് ചെയ്യണം. ഓക്കെ അല്ലേ? ഇനി ഇതിന്റെ സൈഡ് എഫക്ട് നോക്കാം. ഈ കോപ്പർ ടി ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ബാക്ക് ഏക്ക് ഉണ്ടാവാം, ലോവർ അബ്ഡോമിനൽ പെയിൻ ഉണ്ടാവും, ഇന്റർമെൻസ്ട്രൽ ബ്ലീഡിങ് ഉണ്ടാവാം, സ്പോട്ടിങ് ഉണ്ടാവാം, മെനറേജി ഉണ്ടാവാം. ഇതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഈ കോപ്പർ ടിയുടെ സൈഡ് എഫക്റ്റ് ആണ് ഈ ബാക്ക് ഏക്ക്, ലോവർ അബ്ഡോമിനൽ പെയിൻ, ഇൻട്രാമെൻസ്ട്രൽ ബ്ലീഡിങ്, സ്പോട്ടിങ്, അതുപോലെ മെനറേജിയ, ഇതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഇനി അതിന്റെ അഡ്വാൻറ്റേജ് നോക്കാം. കോപ്പർ ടിയുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലോവർ ഫെയിലിയർ റേറ്റ്. കോപ്പർ ടിയുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോവർ ഫെയിലിയർ റേറ്റ്. രണ്ടാമത്തത് ഇൻഎക്സ്പെൻസീവ് ആണ്. വളരെ എക്സ്പെൻസ് കുറഞ്ഞ ഒരു മെത്തേഡ് ആണെന്ന് പറഞ്ഞത് കോപ്പർ ടി എന്ന് പറയുന്നത്. വൺ ടൈം മെത്തേഡാണ്. അതായത് വൺ ടൈം ഇൻസേർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യണ്ട? ഇതിനെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ഒരു 5 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയാൽ മതി. ഇപ്പൊ നമ്മൾ കോപ്പർ ടി 380Aയുടെ കാര്യം എന്ന് പറഞ്ഞാൽ 10 വർഷത്തിൽ ഒരിക്കൽ എന്ത് ചെയ്താൽ മതി? റീപ്ലേസ് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു വൺ ടൈം മെത്തേഡാണ്. അതുപോലെ ഇത് റിവേഴ്സിബിൾ മെത്തേഡാണ്. ഇതൊരു റിവേഴ്സിബിൾ മെത്തേഡാണ്. ഏതെന്ന് പറയുന്നത് ഈ കോപ്പർ ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോപ്പർ റിലീസിങ് IUDs എന്ന് പറയുന്നത്. IUDസിന്റെ പുസ്തകം എന്തുവാ? ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് എന്നാണ്. പരീക്ഷയ്ക്ക് ചോദിക്കും. ഇൻട്രാ യൂട്രൈൻ ഡിവൈസ് എന്നാണ്. എന്തിന്റെ എക്സാമ്പിൾ? എന്തിന്റെ പേര്? എന്തിന്റെ ഫുൾ ഫോം? IUDയുടെ ഫുൾ ഫോം. IUDയുടെ ഫുൾ ഫോം എന്താണ്? ഇൻട്രാ യൂട്രൈൻ ഡിവൈസ്. ഇത് എന്തിനകത്ത് ഇന്റർഫിയർ ചെയ്യത്തില്ല? സെക്സിൽ ഇന്റർഫിയർ ചെയ്യത്തില്ല. ഏതെന്ന് പറയുന്നത് ഈ കോപ്പർ ടി എന്ന് പറയുന്ന സാധനം നമ്മൾ ഇൻസേർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് എന്ത് ചെയ്യത്തില്ല? സെക്ഷൽ ഇന്റർകോഴ്സിൽ ഇന്റർഫിയർ ചെയ്യത്തില്ല. അതുപോലെ നോ ഹോസ്പിറ്റലൈസേഷൻ റിക്വയർഡ്. ഇതിന് എന്ത് ആവശ്യമില്ല? ഹോസ്പിറ്റലൈസേഷന്റെ ആവശ്യകത ഇല്ല. അപ്പൊ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ് ആണ്? ലോ ഫെയിലിയർ റേറ്റ്. അപ്പൊ ഏകദേശം 100% എഫക്റ്റീവ് ആണ് എന്ന് പറയുന്നത് കോപ്പർ ടി എന്ന് പറയുന്നത്. അതുപോലെ ഇൻഎക്സ്പെൻസീവ് ആണ്. പിന്നെ വൺ ടൈം മെത്തേഡ് ആണ്, റിവേഴ്സിബിൾ ആണ്, ഡു നോട്ട് ഇന്റർഫിയറിംഗ് സെക്സ്, അതുപോലെ നോ ഹോസ്പിറ്റലൈസേഷന്റെ ആവശ്യം ഇല്ല. ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് പറയുന്നതാണ് മേ പെയിൻഫുൾ വെൻ ഇൻസേർട്ട് ബോർഡ്. ഇത് ഇൻസേർട്ട് ചെയ്യുകയും റിമൂവ് ചെയ്യുകയും ചെയ്യുന്നത് എന്ത് ചെയ്യാം? പെയിൻ അനുഭവപ്പെടാം. അതായത് യൂട്രസിലാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഇപ്പൊ യൂട്രസിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്ന സമയത്തോ എന്താ അനുഭവപ്പെടാം? പെയിൻ അനുഭവപ്പെടാം. പിന്നെന്താണ് പറയുന്നത്? മേ എക്സ്പെൽഡ് സ്പോണ്ടേനിയസ്ലി ഓർ പെർഫോറേറ്റ് ദ യൂട്രസ്. അത് റെയർ ആയിട്ട് സംഭവിക്കുന്നതാണ്. ഇത് എന്ത് ചെയ്യും? ഇത്
സ്പോണ്ടേനിയസ് ആയിട്ട് എക്സ്പെൽ ആയി പോവുകയോ അല്ലെങ്കിൽ യൂട്രസിൽ പെർഫറേഷൻസ് മുറിവുകൾ ഉണ്ടാക്കാനോ സാധ്യതയുണ്ട്. പക്ഷെ അത് വളരെ വളരെ എന്താണ് റെയർ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇതിന്റെ ഇതിന് ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് പറഞ്ഞാൽ 3-9% ഓഫ് എക്ടോപിക് പ്രഗ്നൻസിക്ക് സാധ്യതയുണ്ട്. ഇപ്പൊ 3-9% ഓഫ് എക്ടോപിക് പ്രഗ്നൻസി. എന്താണ് ഈ എക്ടോപിക് പ്രഗ്നൻസി എന്ന് അറിയാമോ? ഈ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ യൂട്രസിന് പുറത്തുണ്ടാവുന്ന പ്രഗ്നൻസി വിളിക്കുന്ന പേരാ. അപ്പൊ നിങ്ങൾ യൂട്രസിന് പുറത്ത് എങ്ങനെ പ്രഗ്നൻസി ഉണ്ടാവുന്നത്? യൂട്രസിന് പുറത്തുനിന്ന് ഉദ്ദേശിച്ച ഫലോപ്പിയൻ ട്യൂബിനോ, അതായത് നമ്മുടെ ഒരു ഓവം റിലീസ് ചെയ്ത് യൂട്രസിൽ വന്ന് യൂട്രസിൽ വെച്ച് അല്ലെങ്കിൽ ഫെർട്ടിലൈസ് ആയി ഫെലോപ്പിയൻ ട്യൂബ് വെച്ചാണല്ലോ ഫെർട്ടിലൈസ് ചെയ്യുന്നത്. ഫെർട്ടിലൈസ് ചെയ്ത് യൂട്രസിൽ ഇംപ്ലാന്റ് ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ പ്രഗ്നൻസി ആണെന്ന് പറയുന്നത്. പക്ഷേ ഈ യൂട്രസിൽ ഇംപ്ലാന്റ് ചെയ്യുന്നതിന് പകരം അത് എവിടെ തന്നെ സെറ്റ് ഇതാവും, ഈ ഫെലോപ്പിയൻ ട്യൂബിൽ തന്നെ സ്റ്റക്ക് അവിടെ നിന്നിട്ട് അവിടെ പ്രഗ്നൻസി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിനാണ് ഈ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്നത്. അപ്പൊ ഈ കോപ്പർ ടി ഒരു 3-9% ഓഫ് എക്ടോപിക് പ്രഗ്നൻസിക്ക് സാധ്യത ഉണ്ട്. ഓക്കെ ആണോ? സെറ്റാണോ? പറഞ്ഞെന്താണ് കോപ്പർ ടി എന്താണ്? കോപ്പർ ടി എന്ന് പറഞ്ഞ ഒരു പ്ലാസ്റ്റിക് ട്യൂബാണ്. അതിന് ചുറ്റും എന്താണ് കോപ്പർ വയറുണ്ട്. ഇതെന്ത് ചെയ്യും? യൂട്രസിനകത്ത് സ്ലോ ആയിട്ട് കോപ്പർ ഇങ്ങനെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അതൊരു 3 to 5 വർഷത്തിലൊരിക്കൽ റീപ്ലേസ് ചെയ്താൽ മതി. കോപ്പർ ടി 380 ആണ് ഇപ്പൊ എല്ലാവരും യൂസ് ചെയ്യുന്നത്. 10 വർഷത്തിലൊരിക്കൽ റിലീസ് ചെയ്താൽ മതി. കോപ്പർ ടി 200B ആണ് ഇതിന് മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കോപ്പർ ടി, കോപ്പർ 7, മൾട്ടിലോഡ് എന്നൊക്കെ പറഞ്ഞ വളരെ വിവിധ തരത്തിലുള്ള കോപ്പർ റിലീസിങ് IUDs അവൈലബിൾ ആണ്. പിന്നെന്താണ് പറഞ്ഞത്? പിന്നെ സൈഡ് എഫക്റ്റ് ആണ് പറഞ്ഞത്. ബാക്ക് ഏക്ക് ഉണ്ടാക്കാം, ലോവർ അബ്ഡോമിനൽ പെയിൻ ഉണ്ടാക്കാം, ഇന്റർമെൻസ്ട്രൽ ബ്ലീഡിംഗ് ഉണ്ടാക്കാം, സ്പോട്ടിങ് ഉണ്ടാക്കാം, അതുപോലെ മെനറേജിയ ഉണ്ടാക്കാം. അതുപോലെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ലോവർ ഫെയിലിയർ റേറ്റ്, ഇൻഎക്സ്പെൻസീവ്, വൺ ടൈം മെത്തേഡ്, റിവേഴ്സിബിൾ, ഡു നോട്ട് ഇന്റർഫിയർ ഇൻ സെക്സ്, നോ ഹോസ്പിറ്റലൈസേഷൻ റിക്വയർഡ്. ഇനി അടുത്ത ഡിസഡ്വാൻറ്റേജ്, പെയിൻഫുൾ ആണ്. എപ്പോഴും ഇൻസെർട്ട് ചെയ്യുമ്പോൾ റിമൂവിലോ പെയിൻഫുൾ ആയിരിക്കും. അതുപോലെ മേ എക്സ്പെൽ ഡോസ് സ്പോണ്ടേനിയസ്ലി ഓർ പെർഫറേറ്റ് യൂട്രസിനെ പെർഫറേഷൻസ് ഉണ്ടാക്കാനോ അതുപോലെ സ്പോണ്ടേനിയസ് ആയിട്ട് എക്സ്പെൽ ചെയ്ത് പോകാനോ സാധ്യത ഉണ്ട്. പക്ഷെ അത് വളരെ വളരെ എന്താണ് റെയർ ആണ്. പിന്നെ 3-9% ഓഫ് എക്ടോപിക് പ്രഗ്നൻസിക്ക് സാധ്യത വളരെ വളരെ കൂടുതലാണ്. 3-9% ഓഫ് എന്തിന്? എക്ടോപിക് പ്രഗ്നൻസി. ഓക്കെ അല്ലേ? സെറ്റല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചേ? ഒന്ന് ഓർത്ത് നോക്കിയേ. നമ്മൾ തുടങ്ങി എന്താണ് കോൺട്രാസെപ്ഷൻ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. കോൺട്രാസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓവവും സ്പേമും തമ്മിലുള്ള യൂണിയൻ അല്ലെങ്കിൽ അത് ഒരുമിക്കുന്നത് പ്രിവെന്റ് ചെയ്യുന്ന മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കോൺട്രാസെപ്ഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഓവുലേഷൻ സപ്രസ് ചെയ്യുന്ന മെത്തേഡിനെ നമുക്ക് കോൺട്രാസെപ്ഷൻ എന്ന് വിളിക്കാം. അതേപോലെ തന്നെ എന്തും വിളിക്കാം? യൂട്രസിലുള്ള ഇംപ്ലാന്റേഷൻ പ്രിവെന്റ് ചെയ്യുന്നതിനെ നമുക്ക് എന്ത് വിളിക്കാം? കോൺട്രാസെപ്ഷൻ എന്ന് വിളിക്കാം. ഇതിൽ തന്നെ എത്ര ടൈപ്പ് കോൺട്രാസെപ്റ്റീവ്സ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോൺട്രാസെപ്റ്റീവ്സ് നമ്മൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോൺട്രാസെപ്റ്റീവ്സ്? ഏതൊക്കെയായിരുന്നു? നമുക്ക് നാച്ചുറൽ മെത്തേഡ് ഉണ്ടെന്ന് പഠിച്ചു. പിന്നെന്താ സ്പേസിംഗ് മെത്തേഡ് അല്ലെങ്കിൽ ടെമ്പററി മെത്തേഡ് ഉണ്ടെന്ന് പഠിച്ചു. മൂന്നാമത്തെ സാധനം എന്താ പഠിച്ചത്? പെർമനന്റ് മെത്തേഡ്സ് എന്നാ പഠിച്ചത്. പിന്നെന്തൊക്കെയാ പഠിച്ചാൽ പിന്നെ നമ്മൾ എന്താണ് ഒരു എഫക്റ്റീവ് അല്ലെങ്കിൽ ഒരു ഐഡിയൽ കോൺട്രാസെപ്റ്റീവിന് വേണ്ട ഗുണങ്ങൾ പഠിച്ചു. എന്തൊക്കെയായിരുന്നു? സേഫ് ആയിരിക്കണം, എഫക്റ്റീവ് ആയിരിക്കണം, ചീപ്പ് ആയിരിക്കണം, റിവേഴ്സിബിൾ ആയിരിക്കണം, സൈഡ് എഫക്റ്റ് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. പിന്നെന്താ നമ്മൾ പഠിച്ചത്? പിന്നെ നമ്മൾ ഓരോ ടൈപ്പ് കോൺട്രാസെപ്റ്റീവ്സ് പഠിച്ചു. നാച്ചുറൽ മെത്തേഡ് പഠിച്ചു. നാച്ചുറൽ മെത്തേഡിൽ എന്തൊക്കെ പഠിച്ചു? കോയിറ്റസ് ഇന്ററപ്റ്റസ്, അതിന്റെ മറ്റൊരു പേരെന്തായിരുന്നു? വിഡ്രോവൽ. മറന്നുപോരുത്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ വിഡ്രോവൽ എന്താണെന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ കോയിറ്റസ് ഇന്ററപ്റ്റസ് പഠിച്ചുകൊണ്ട് പോരും. രണ്ടും പഠിച്ചു വെക്കണം. കോയിറ്റസ് ഇന്ററപ്റ്റസിന്റെ മറ്റൊരു പേരെന്താണ്? വിഡ്രോവൽ. പിന്നെന്താ പഠിച്ചു? ലാക്ടേഷണൽ അമിനേറി എന്താണെന്ന് പഠിച്ചു. പിന്നെന്താ പഠിച്ചു? റിതം മെത്തേഡ് എന്താണെന്ന് പഠിച്ചു. റിതം മെത്തേഡിന്റെ മറ്റൊരു പേരാണ് കലണ്ടർ മെത്തേഡ്. റിതം മെത്തേഡിന്റെ മറ്റൊരു പേരാണെന്ത്? കലണ്ടർ മെത്തേഡ്. പിന്നെ നമ്മൾ എന്ത് പഠിച്ചത്? പിന്നെ നമ്മൾ സ്പേസിംഗ് മെത്തേഡ്സ് ആണ് പഠിച്ചത്. സ്പേസിംഗ് മെത്തേഡ്സിനകത്ത് എന്തൊക്കെ പഠിച്ചു? കോണ്ടം എന്താണെന്ന് പഠിച്ചു. കോണ്ടം ഫീമെയിൽ കോണ്ടം ഉണ്ട്, മെയിൽ കോണ്ടം ഉണ്ടെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? ഫോംസ് ആൻഡ് ജെല്ലീസ് പഠിച്ചു. ക്രീംസ് ആൻഡ് ജെല്ലീസ് പഠിച്ചു. ഫോം ടാബ്ലറ്റ്സ് എന്താണെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ എന്താ പഠിച്ച? വജൈനൽ ഡയഫ്രം എന്താണെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ ഹോർമോണൽ കോൺട്രാസെപ്റ്റീവ്സ് ആണ് പഠിച്ചത്. ഹോർമോണൽ കോൺട്രാസെപ്റ്റീവ്സിന് തന്നെ ഓറൽ പിൽസ് എന്താണെന്ന് പഠിച്ചു. ഇൻജെക്റ്റബിൾ കോൺട്രാസെപ്റ്റീവ്സ് എന്താണെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? ഇൻജെക്റ്റബിൾ കോൺട്രാസെപ്റ്റീവ്, സബ്ഡാമൽ ഇംപ്ലാന്റ്സ്. ഇതൊക്കെ ഇത് മൂന്നില് പഠിച്ചത്. ഓറൽ കോൺട്രാസെപ്റ്റീവ്സിനകത്ത് ഹോർമോൺ കോൺട്രാസെപ്റ്റീവ്സിനകത്ത് ഓറൽ പിൽസ്, ഇൻജെക്റ്റബിൾ കോൺട്രാസെപ്റ്റീവ്സ്, സബ്ഡാമൽ ഇംപ്ലാന്റ്സ്. ഇത്രയും പഠിച്ചു. അത് കഴിഞ്ഞ് ഓറൽ പിൽസ് എന്താണെന്ന് പഠിച്ചു, അത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് പഠിച്ചു, എക്സാമ്പിൾ പഠിച്ചു. പിന്നെ സൈഡ് എഫക്ട്, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് പഠിച്ചു. അടുത്ത ഇൻജെക്റ്റബിൾ കോൺട്രാസെപ്റ്റീവ്സിനകത്ത് എന്തൊക്കെ പഠിച്ചു? DMPA, നെറ്റ് എന്നൊക്കെ പറയുന്ന എക്സാമ്പിൾസ് ഉണ്ടെന്ന് പഠിച്ചു. അത് ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻ ആണെന്ന് പഠിച്ചു. അത് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് പഠിച്ചു. അതിന്റെ സൈഡ് എഫക്റ്റും പഠിച്ചു. പിന്നെ സബ്ഡേമൽ ഇംപ്ലാന്റ്സ് പഠിച്ചു. അതിന് എക്സാമ്പിൾ പറഞ്ഞു നോർ പ്ലാന്റ് മറക്കല്ലേ. പിന്നെ എമർജൻസി കോൺട്രാസെപ്റ്റീവ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതിന്റെ എക്സാമ്പിൾ IPL പറഞ്ഞു. പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ സാധനം കോപ്പർ റിലീസിങ് IUDs അല്ലെങ്കിൽ ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് അല്ലെങ്കിൽ കോപ്പർ ടി.
എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതിന് എക്സാമ്പിൾ പഠിച്ചു, സൈഡ് എഫക്ട് പഠിച്ചു, അഡ്വാൻറ്റേജ് പഠിച്ചു, ഡിസഡ്വാൻറ്റേജ് പഠിച്ചു. ഇത്രയും കാര്യങ്ങളൊക്കെയാണോ? ഇത്രയും കാര്യങ്ങൾ സെറ്റാണോ? അപ്പൊ താൽക്കാലികമായി നമ്മുടെ ക്ലാസ് ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് നമുക്ക് പിന്നീട് വരാം. അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക.